പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, സിഹിയോൻ കുടുംബത്തിൻ്റെ സ്നേഹാന്വേഷണങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുകയാണ്. ദൈവം സമൃദ്ധമായിട്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുകയാണ് അല്പസമയം. അതിന് മുന്നോടിയായി നമുക്ക് അല്പസമയം ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കിത് നടത്തുക അസാധ്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സമയം ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ഇരിക്കുന്നവരെല്ലാം ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിന്ന് വളരെ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവമായ അഭിഷേകം നമ്മളെ പ്രാർത്ഥനയിലേക്ക് ഉയർത്തട്ടെ. പ്രാർത്ഥനയുടെ ആവശ്യകത പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കാൻ നമുക്കറിയാം, എന്നാൽ അത് വേണ്ട വിധം നല്ല ദൈവത്തിന് ഹിതപ്രകാരം, ദൈവത്തിന് സ്വീകാര്യമായ വിധത്തിൽ ചെയ്യാനുള്ള ഒരു കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിച്ച് ശക്തമായ അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ജീവിതത്തിൻ്റെ മേൽ, ഓരോ വ്യക്തിയുടെ മേൽ ആവസിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അടുത്ത് നിൽക്കുന്ന ഒരു 10 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ ഉച്ചത്തിൽ നിന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മളിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവേ, 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 പാടി ആരാധിച്ച് ദൈവാത്മാവിന്റെ ശക്തമായ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് സാധിക്കുന്നവരൊക്കെ കരങ്ങൾ അടിച്ച് ചേർന്ന് പാടി ആത്മനിറവിന് വേണ്ടി മോണിലേക്ക് നോക്കി പാടുക. പാടിക്കേ. ജനതകളകിലും ഉണരട്ടെ, യേശുവിനായണി ചേരട്ടെ, ക്രിസ്തുവിൻ സഭയുടെ ഉപ്പായി മാറാൻ ആത്മാവിനാലുറ കൂട്ടണമേ. ആത്മാവേ, അഗ്നിയിറങ്ങണമേ, വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. പാടാം. ആത്മാവേ, അഗ്നിയിറങ്ങണമേ, വചനത്തിൻ തീക്കനലായി കരങ്ങൾ അടിച്ച് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഒന്ന് അനങ്ങി നല്ല സന്തോഷത്തോടെ ചെയ്ത്, കുടുംബം ഒരുമിച്ചാണ് കാണുന്നതെങ്കിൽ കുടുംബം ഒരുമിച്ച് കാലുകളൊക്കെ മാറ്റി ചവിട്ടി നല്ല സന്തോഷത്തോടെ ആത്മാവിന്റെ ഒരു നവമായ അഭിഷേകത്തിന് ആഗ്രഹിച്ച് നന്നായിട്ട് പാടി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. പാടാം. ആദിമസഭയിൽ നിറഞ്ഞതുപോലെ സഭയിൽ നിറയണമേ, ശിലാഹൃദയങ്ങൾ നീക്കണമേ, ഹൃദയങ്ങൾ കൈകൾ ഉയർത്തിയടിച്ച് ആത്മാവേ, അഗ്നിയിറങ്ങണമേ, പാടിക്കേ. വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. എല്ലാവരും ആത്മാവേ, പാടി ആത്മാവേ അഗ്നി ഇറക്കണമേ, വീണ്ടും ജ്വലിപ്പിക്കണേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആവർത്തിച്ചു പാടി. കരങ്ങളൊന്ന് വീശി എല്ലാവരും ചേർന്ന് വീശുകയും വേഗത്തിൽ വീശി
മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പവർ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വയേ സ്വയേ കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ച് യേശുവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഓരോരുത്തരുടെ മേൽ ആത്മാവ് വ്യാപരിക്കട്ടെ. ഓരോ ജീവിതങ്ങളും പരിശുദ്ധാത്മാവിനെ നിറയട്ടെ, ശക്തി കൊണ്ട് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ, കൃപ കൊണ്ട് നിറയട്ടെ, വിശ്വാസം കൊണ്ട് നിറയട്ടെ, പ്രാർത്ഥന കൊണ്ട് നിറയട്ടെ, സ്നേഹം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയുന്നതിനും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരുടെ ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ദൈവസഹായം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം, എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ മരവിച്ചു പോയ പ്രാർത്ഥന ജീവിതത്തെ എനിക്ക് പുനർജീവിപ്പിക്കണം. അതുപോലെ പ്രാർത്ഥിക്കാനുള്ള മടി, അലസത, പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന പല വിചാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറി ആത്മാവിൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ഒരു കൃപ എനിക്ക് പരിശുദ്ധാത്മാവെ നൽകണമേ. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിക്കുക. പരിശുദ്ധ മാതാവിനോടും വിശുദ്ധരോടൊക്കെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. നമുക്കൊരുമിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിയവരും പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. അല്പസമയം നമുക്ക് ക്ഷീണമില്ലാതെ മടുപ്പില്ലാതെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനം നമ്മൾ ആരംഭത്തിൽ കേട്ട വചനം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആ വചനം മാത്രം ഓർക്കുക. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ മനുഷ്യരായ നമുക്കെല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കൊക്കെ ഓരോ വിധത്തിൽ ബലഹീനതകളുണ്ട്. ഒരാൾക്ക് ഒരു വിധത്തിലാണെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു വിധത്തിലായിരിക്കും. പല വിധത്തിലുള്ള ബലഹീനതകൾ ഉള്ള വ്യക്തികളാണ് ഞാനും നിങ്ങളും. മനുഷ്യകുലത്തിന് മൊത്തത്തിലുള്ള ഒരു ബലഹീനതയാണ്. ഒരു നല്ല ശതമാനം ആൾക്കാർക്കുള്ളൊരു ബലഹീനത എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കാനുള്ള മടിയാണ്. പ്രാർത്ഥിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, പ്രാർത്ഥിക്കാൻ ഇരിക്കാനുള്ള ഒരു മടി, അലസത, ക്ഷീണം, ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, ബലഹീനതയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഇതിൻ്റെ ഈ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ തിരിച്ചറിയാൻ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഈ ഒരു കൃപ എനിക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇഗ്നേഷ്യസ് ദ ലയോള എന്ന് പറയുന്ന വിശുദ്ധൻ 12 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച ആളാണ്. അങ്ങനെ പല വിശുദ്ധരുമുണ്ട്. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് വിശുദ്ധർ മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന് മുട്ടുകുത്തി ത്യാഗമെടുത്ത് അല്ലാതെയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥനയുടെ മനുഷ്യരായി മാറിയ വിശുദ്ധാത്മാക്കൾ നമ്മുടെ സഭയിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു തകർച്ച എന്ന് പറയുന്നത് പലർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. അഥവാ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അതിന് സമയം കിട്ടുന്നില്ല. അഥവാ സമയം കിട്ടിയാൽ തന്നെ അത് ഏകാഗ്രതയോടെ ചെയ്യാൻ പറ്റണില്ല എന്ന ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം ഒരുപാട് പേര് നേരിടുന്നുണ്ട്. ഇനി ചിലരെ സംബന്ധിച്ച് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചിന്തയാണ്. അപ്പം നമുക്ക് ഓരോ മേഖല ഒന്ന് ചിന്തിച്ചു പോകാം. വളരെ ചെറിയ രീതിയിലുള്ള ചിന്തകളാണ്, ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് പ്രാർത്ഥന
പ്രാർത്ഥന നിങ്ങൾക്കറിയാം, എങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളൂ. കാരണം ഈ വിഷയം ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എങ്കിലും ഒന്നുകൂടെ പുതുക്കുകയാണത്. അല്ലാണ്ട് ഒരു പുതിയ വിഷയം പഠിപ്പിക്കുകയല്ല, പുതുക്കുകയാണ്. വീണ്ടും അത് ഓർത്ത് നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പ്രാർത്ഥന? എൻ്റെ സഹോദരങ്ങളെ, യുക്യാറ്റ് യുവജന മതബോധന ഗ്രന്ഥം 469 ഖണ്ഡിക ഇങ്ങനെയാണ് പറയുന്നത്: ഹൃദയം കർത്താവിലേക്ക് തിരിക്കുന്നതാണ് പ്രാർത്ഥന. നിങ്ങളവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഹൃദയം കർത്താവിലേക്ക് തിരിക്കുന്നതാണ് പ്രാർത്ഥന. പല നിർവചനങ്ങൾ പ്രാർത്ഥനയ്ക്കുണ്ട്. ഇത് മാത്രമാണ് നിർവചനം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയണത്. ഇവിടെ യുക്യാറ്റ് നമ്മളെ പഠിപ്പിക്കുന്നത്, യുവജന മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് 469 ഖണ്ഡിക പറയുന്നത് ഇങ്ങനെയാണ്: ഹൃദയം കർത്താവിലേക്ക് തിരിക്കുന്നതാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജോബിൻ്റെ പുസ്തകം 11 അധ്യായം 13 വാക്യം. ജോബിൻ്റെ പുസ്തകം 11:13. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ ബോർഡിലേക്ക് നോക്കി എല്ലാവരും ചേർന്നൊന്ന് വായിക്കണം. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. വചനം പറയാണ്, ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച്. യുക്യാറ്റ് പറഞ്ഞത് തന്നെയാണ്, ഹൃദയം കർത്താവിലേക്ക് തിരിക്കുന്നതാണ് പ്രാർത്ഥന. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമുക്ക് ചെറുതായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയം അഥവാ മനസ്സ്, ബൈബിൾ ഹൃദയം എന്ന് പറയുന്നത് മനസ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് പലവിധ വ്യവഹാരങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, നേരം അങ്ങോട്ട് വെളുത്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ചിന്തകളിലൂടെയാണ് സഹോദരങ്ങളെ നമ്മുടെ മനസ്സ് കടന്നു പോണത്. എന്തെല്ലാം ആലോചനകൾ, എന്തെല്ലാം പ്ലാൻ, എന്തെല്ലാം സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ ഈ ലോകത്തിൻ്റെതായ ഒരുപാട് വ്യാപാരങ്ങളിൽ, ഒരുപാട് സംഗതികളിൽ മുഴുകിക്കിടക്കുന്ന നമ്മുടെ മനസ്സിനെ ദൈവത്തിലേക്ക് ഉറപ്പിക്കുക. ഈ ലോകത്തിൻ്റെതായ എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും, ലോകത്തിൻ്റെതായ എല്ലാ വ്യഗ്രതകളിൽ നിന്നും വേർപെടുത്തി എടുത്ത് നമ്മുടെ കർത്താവിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുപോയി ഉറപ്പിച്ചു നിർത്തുക. അതാണ് പ്രാർത്ഥന. അവിടെയാണ് അത് തുടങ്ങുന്നത്. ഇതാണ് യുക്യാറ്റ് പഠിപ്പിച്ചത്. അപ്പോൾ ഈ ലോകത്തിൻ്റെതായ ഒരുപാട് ആഗ്രഹങ്ങളിലും അഭിലാഷങ്ങളിലും ജോലി തിരക്കുകളിലും മറ്റു പല വിധത്തിലുള്ള കാര്യങ്ങളിലും മുഴുകിക്കിടക്കുന്ന നമ്മുടെ മനസ്സിനെ അതിൽ നിന്നെല്ലാം മാറ്റി നമ്മൾ നേരെ കർത്താവിൽ കൊണ്ടുപോയി ഉറപ്പിച്ചു നിർത്തുക. ആ ഒരു പ്രത്യേക പോയിന്റിൽ നമ്മുടെ ഹൃദയത്തെ അഥവാ മനസ്സിനെ കൊണ്ട് ഏകാഗ്രതയോടെ ഉറപ്പിച്ച് നിർത്തി ആ ഒരു ബന്ധം, ഇവിടെ ശ്രദ്ധിച്ചേ, അങ്ങനെ ദൈവവുമായിട്ടുള്ള ആ ഒരു കണക്ഷനിൽ ആയിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് പ്രാർത്ഥന. ഇത് മനസ്സിലായവർ ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഒന്നോടെ പറ. ഹല്ലേലൂയ. മനസ്സിലാകുന്നു. അപ്പോൾ ദൈവവും ഞാനും തമ്മിൽ ഇപ്പോൾ ഈ മൈക്രോഫോണിലൂടെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്, ഈ മൈക്രോഫോണും ആംപ്ലിഫയറും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ മൈക്രോഫോണിലേക്ക് പവർ വരത്തില്ല. അതുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ദൈവവും ഞാനും തമ്മിൽ ഒരു ബന്ധത്തിലായിരിക്കുക. മനസ്സും ദൈവത്തിൻ്റെ ആ ചൈതന്യവും തമ്മിൽ ഒരു ബന്ധത്തിൽ ചേർന്ന് നിൽക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഈ ലോകത്തിൻ്റെതായ എല്ലാം മാറി, പിന്നെ ഞാനും എൻ്റെ ദൈവവും. ദൈവം പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും, ഞാൻ പറയുന്നത് ദൈവത്തിന് കേൾക്കാൻ പറ്റും. ദൈവശക്തി എന്നിലേക്ക് പ്രവഹിക്കും. എൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവിൻ്റെ ആ ചൈതന്യത്തിൽ ഞാനിങ്ങനെ നിറയുന്ന അനുഭവത്തിൽ വരും. ഇതാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പം ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഒരു വളരെ ആഴമേറിയ ഒരു ബന്ധത്തിൽ ആയിരിക്കുന്ന അവസ്ഥ, അതാണ് അത് സാധ്യതമാകുന്നത് ഈ ലോകത്തിലേക്ക് കിടക്കുന്ന നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ കൊണ്ടുപോയി ഉറപ്പിച്ചത്. ആ ജോബിൻ്റെ പുസ്തകം പറഞ്ഞത് ഇല്ലേ, നമ്മൾ വായിച്ച ഹൃദയം കർത്താവിങ്കിൽ ഉറപ്പിക്കുക, ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക, എന്നിട്ട് നമ്മൾ പ്രാർത്ഥന. അപ്പം അതങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കണക്ഷനായി മാറി, അത് ചൈതന്യത്തിന്. ഇനി യുക്യാറ്റ് പറയുന്ന ഒരു സംഭവം ഇതാണ്: വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കവാടമാണ് പ്രാർത്ഥന. മറ്റൊന്ന് പറയാണ്, വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്ന കവാടമാണ് പ്രാർത്ഥന. അതൊരു സത്യമാണ്. അതായത് പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവകൃപ കൊണ്ടും അത്ഭുതങ്ങൾ കാണാനും അടയാളങ്ങൾ കാണാനും ഒക്കെ ഇടയാകുമ്പോൾ അത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയിലൂടെ എന്നിൽ നിറയുന്ന
ദൈവശക്തിയാൽ ലോകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ, മാനസാന്തരങ്ങൾ സംഭവിക്കുമ്പോൾ, പൈശാചിക ശക്തികൾ തകരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? എൻ്റെ വിശ്വാസത്തിൻ്റെ വർധനവ് അവിടെ സംഭവിക്കുകയാണ്. അപ്പം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും വിശ്വാസത്തിൻ്റെ അപജയവും വിശ്വാസത്തിൻ്റെ വർധനവില്ലാതെയൊക്കെ ആയി മാറുന്നതിൻ്റെ ഒരു കാരണം പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അപജയമാണ്, കുറവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന കവാടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ആഴപ്പെടുന്ന ഒന്നാണ്. അപ്പം നമുക്ക് ഈ വിധത്തിൽ പ്രാർത്ഥനയെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മുൻപിൽ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല മോഡൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്, പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ കർത്താവായ യേശു തമ്പുരാനാണ്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമ്മൾ കർത്താവിനെ അനുകരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. കർത്താവിനെ അനുകരിക്കുമ്പോൾ, കർത്താവിൻ്റെ ജീവിത മാതൃക പിന്തുടരുമ്പോൾ, ആദ്യമായി കർത്താവിൽ നിന്ന് നമ്മൾ സ്വയത്തമാക്കേണ്ട, സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത്, ക്രിസ്തു എങ്ങനെയാണോ പിതാവുമായുള്ള ഗാഢബന്ധം പുലർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥനാ ജീവിതം നയിച്ചിരുന്നത്, അതേ മാതൃക നമ്മളും പിൻചൊല്ലാൻ ബാധ്യസ്ഥരാണ്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി പ്രാർത്ഥന മാറണം. അതിനുള്ള ഏറ്റവും നല്ല മോഡൽ, മാതൃക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. അവിടുന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കർത്താവിനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്, ലോകത്തിലെ മനുഷ്യരെയല്ല. അവൻ എന്തു ചെയ്തോ അതാണ് നമ്മുടെ ജീവിത മാതൃക. അവൻ എങ്ങനെ പ്രവർത്തിച്ചോ, അവൻ എങ്ങനെ പ്രാർത്ഥിച്ചോ അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിലേ നമ്മൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 35 വായിക്കാം. ബോർഡിലേക്ക് നോക്കി ചേർന്ന് എൻ്റെ കൂടെ വായിക്കാം. അവൻ അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ യേശുക്രിസ്തു അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നോക്കി, അതിരാവിലെ ഉണരുകയും ആളൊഴിഞ്ഞ കോലാഹലങ്ങളില്ലാത്ത ശാന്തമായ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് ആ ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണത്തിൽ ആയിരിക്കുന്ന ദൈവപുത്രനായ മിശിഹായെ, മനുഷ്യപുത്രനായ യേശുവിനെ നമ്മൾ കാണുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരന്റെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് കർത്താവ് വിജന സ്ഥലത്ത് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവികമായ ഇടപെടൽ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അതെന്തെന്നറിയാമോ? യേശു ക്രിസ്തു ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ, ദൈവഹിതം യേശു ക്രിസ്തുവിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് പലർക്കും ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നില്ല. ഞാൻ എന്തു ചെയ്യണം? അതിന് കൗൺസിലേഴ്സിൻ്റെ പുറകെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുടെ പുറകെ പായാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയും ഇവിടേക്ക് നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ആരുടെ പുറകെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അറിയാൻ വേണ്ടി പായുന്നത്? അതൊന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവരുടെ പുറകെയല്ലേ? പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു അൽമേനി ഉണ്ടെങ്കിൽ അവരുടെ പിന്നാലെയാണ് ദൈവഹിതം, എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അവരോട് ആലോചന ചോദിക്കും. ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലേ സഹോദരങ്ങളെ? നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറിയാൽ ഇതേപോലെ ദൈവത്തിൻ്റെ ഹിതം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരില്ലേ? അതോ ഇത് കുറച്ചു പേർക്ക് മാത്രമുള്ള ഒരവകാശമായി ദൈവം മാറ്റിവെച്ചിരിക്കുകയാണോ? ഒരിക്കലുമല്ല. ഇത് നമുക്കും അവകാശപ്പെട്ടത് തന്നെ. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടാത്തതിന് കാരണം. അപ്പം ചിലർ പറയും, ബ്രദറെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥിച്ച് വളരണം. ആ വളർച്ചയ്ക്കനുസരിച്ച് ഇതിനകത്തുള്ള അഭിഷേകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുന്നതല്ല പ്രാർത്ഥന, മറിച്ച് ആ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് ഉള്ള പ്രാർത്ഥനയുടെ ലെവലിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. നമുക്ക് അങ്ങോട്ട് പറയാനുള്ള കുറേ കാര്യം പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാണ് പലരുടെയും പ്രാർത്ഥന. അവിടെ എങ്ങനെ ദൈവസ്വരം കേൾക്കാൻ പറ്റും?
യേശുക്രിസ്തു അങ്ങോട്ട് പറയാനുള്ള കുറേ കാര്യം പറയാൻ വേണ്ടി വിജന സ്ഥലത്ത് പോയിരുന്നതല്ല, മറിച്ച് പ്രാർത്ഥനയുടെ ഏറ്റവും കാതലായ സംഗതി എന്ന് പറയുന്നത് ദൈവം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ എൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തോടുള്ള ബന്ധത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോലന്മാർ അതിരാവിലെ 9 മണി 10 മണിയായപ്പോൾ എഴുന്നേറ്റ് കർത്താവിനെ നോക്കുമ്പോൾ കാണാനില്ല. അന്വേഷിച്ച് ചെന്നപ്പോൾ വിജന സ്ഥലത്ത് കർത്താവ് ഇരിപ്പുണ്ട്. ഉടനെ അതിൻ്റെ അധ്യായത്തിന് താഴേക്ക് 35, 36, 37 ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നറിയാമോ? അപ്പസ്തോലന്മാർ പറയാണ്, കർത്താവേ നീ ഇവിടെ ഇരിക്കുകയാണോ? ഇതാ ജനക്കൂട്ടം നിന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ വലിയൊരു ആൾക്കൂട്ടം യേശുക്രിസ്തുവിനെ കാത്ത് അവിടെ നിൽപ്പുണ്ട്, അപ്പുറത്ത് നിൽപ്പുണ്ട്. ഉടനെ യേശു ആ അപ്പസ്തോലന്മാരോട് പറയുന്നൊരു വാക്ക് വളരെ പ്രസക്തമാണ്. നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. നോക്കും, മർക്കോസ് 1:35 ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ പിതാവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിലായിരുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന് പിതാവിൽ നിന്ന് ഒരു സന്ദേശം കിട്ടിയാണ്. ഈ വന്ന ജനക്കൂട്ടത്തോടല്ല നീ ഇപ്പോൾ പ്രസംഗിക്കേണ്ടത്, മറിച്ച് അടുത്ത പട്ടണത്തിലേക്ക് പോയി അവിടെയുള്ള ജനങ്ങളോട് സുവിശേഷം പറയേണ്ടിയിരിക്കുന്നു എന്ന മെസ്സേജ്, സന്ദേശം ആ സമയത്ത് പിതാവായ ദൈവം യേശുക്രിസ്തുവിന് നൽകുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തിന് മനസ്സിലാവുമോ? യേശുക്രിസ്തുവിന് മനസ്സിലാവുമോ? അപ്പോൾ പിതാവുമായിട്ടുള്ള ആ ഒരു ഗാഢബന്ധം ഇത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങളൊക്കെ ഓരോന്നോരോന്നായി വന്നു ചേരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ എന്താണ് നമ്മളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒരുമിച്ചായിരിക്കുന്ന ആ സമയത്ത് ദൈവശക്തി എന്നിലേക്ക് നിറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച്, ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവകൃപ അളവില്ലാതെ കരകവിഞ്ഞൊഴുകുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറിയത്തില്ല. അവിടുന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു വലിയ പ്രഭ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വന്ന് വസിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, അതാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്, നമ്മുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തുന്നത് ആ സമയമാണ്. ഫ്രാൻസിസ് ഡി സാലസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹം ക്ഷിപ്രകോപി ആയിരുന്നു. ക്ഷിപ്രകോപി എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ മൂക്കിനറ്റത്ത് കോപം, അതുപോലത്തെ ദേഷ്യം. എന്നാൽ ഈ വിശുദ്ധൻ എന്ത് ചെയ്യുന്നറിയാമോ? പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ കോപം മറ്റുള്ളവർ അനുഭവിച്ച് ദുരിതം അനുഭവിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള എടുത്തിയാട്ടം, കോപവും അതിൻ്റെ ഡയലോഗൊക്കെ കേട്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിന് വേദനയുണ്ട്. അദ്ദേഹം ദൈവത്തോട് പറയും, ദൈവമേ ഇത് ഞാൻ എന്നെനിക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടും. പക്ഷേ അതിൻ്റെ പേരിൽ നിരാശപ്പെടാതെ ഫ്രാൻസിസ് ഡി സാലസ് എന്ന് പറയുന്ന ഈ വിശുദ്ധൻ എന്ത് ചെയ്യുന്നറിയാമോ സഹോദരങ്ങളെ? അദ്ദേഹം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഈ കോപത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വന്നങ്ങോട്ട് നിറയാൻ ആരംഭിച്ചു. ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരു വർഷം കൊണ്ടല്ല, 5 വർഷം കൊണ്ടല്ല, വർഷങ്ങളോളം ഈ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് കാത്തിരുന്നപ്പോൾ ആ ഉറപ്പിക്കപ്പെട്ട ആ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കരകവിഞ്ഞൊഴുകി. അത് ആ മനുഷ്യൻ്റെ ബലഹീനതയായ ക്ഷിപ്രകോപത്തിലേക്ക് ആ കൃപ വന്ന് നിറഞ്ഞു. ക്രമേണ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഭൂമിയിൽ ശാന്തതയുള്ള ഒരു മനുഷ്യനായി ഈ വിശുദ്ധനെ രൂപാന്തരപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി കരകവിഞ്ഞൊഴുകയാണ്. യോഹന്നാൻ 1:16 കൃപയ്ക്കു മേൽ കൃപ നമ്മൾ പ്രാപിക്കുന്ന സമയമാണത്. യോഹന്നാൻ 1:16 അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്നു. എങ്ങനെയാ? പ്രാർത്ഥനയിലൂടെ. ആ വചനം വായിച്ചെല്ലാവരും. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഒന്ന് വായിച്ചേ. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവമായിട്ടുള്ള ആ ബന്ധത്തിലായി കഴിയുമ്പോൾ ദൈവം നമ്മുടെ ബലഹീനതയിലേക്ക് ദൈവകൃപ ചൊരിയുകയാണ്. അതാ പൗലോസ്ലീഹയോട് ഈശോ പറഞ്ഞത്, നിനക്കെൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ കൃപ വരും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ധാരാളം ബലഹീനതയുണ്ട്, ധാരാളം പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. നമുക്ക് ഒത്തിരി മേഖലകളിൽ നമുക്ക് ജീവിതത്തിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇതിനെല്ലാം പ്രതിവിധി എന്താ? പ്രാർത്ഥനയിലൂടെ
ദൈവശക്തി നമ്മളിലേക്ക് നിറയാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം. ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. എല്ലാവരും പറയാം. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? അല്ലാണ്ട് നമ്മൾ പരാതിയോ പരിഭവം കൊണ്ട് ഇത് മാറത്തില്ല. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപയുടെ സമൃദ്ധി കരകവിഞ്ഞൊഴുകി നമ്മുടെ ബലഹീനതകൾ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നു മുതൽ നമുക്ക് തുടങ്ങാം. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തികളാണ്. എങ്കിലും ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എന്തൊക്കെയാണോ ബലഹീനതകളുള്ളത്, എന്തൊക്കെയാണോ പോരായ്മകളുള്ളത്, എന്തൊക്കെയാണോ കുറവുകളുള്ളത്, ആ കുറവുകളുടെ മീതെ ദൈവത്തിൻ്റെ ശക്തി വന്ന് നിറയാനും ദൈവഹിതം തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു കൃപ പ്രാർത്ഥനയിലൂടെ ആർജിക്കാനും ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. രണ്ട് കാര്യം. ഒന്ന്, ദൈവഹിതം തിരിച്ചറിയാൻ നിരന്തരമായ പ്രാർത്ഥന നമുക്ക് അനിവാര്യമാണ്. രണ്ട്, നമ്മുടെ ബലഹീനതയിൽ ശക്തി പ്രാപിക്കാൻ, നമ്മുടെ ബലഹീനതകളെ അതിജീവിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കാൻ പ്രാർത്ഥന നമുക്ക് അനിവാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. മനസ്സിൽ സൂക്ഷിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പിന്നീട് കേൾക്കണം. അതിലൂടെ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ട് നടക്കുന്ന കാര്യമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം, അതിന് താല്പര്യം വേണം, അതിന് പരിശ്രമിക്കണം. അപ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാക്കി മാറ്റും. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഈശോടൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കിട്ടാൻ പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ശാന്തമായിട്ട് നമുക്ക് ഈശോടൊന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈശോടൊന്ന് പറഞ്ഞ്, ഈശോ എൻ്റെ ഏറ്റവും വലിയ ബലഹീനത പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അഥവാ പ്രാർത്ഥിച്ചാൽ തന്നെ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിന്, ദൈവത്തിൻ്റെ ഹിതത്തിന് ചേർന്ന വിധത്തിലല്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. മറിച്ച് ദൈവഹിതം അറിഞ്ഞ് ദൈവത്തിൻ്റെ ആ സന്തോഷത്തിന് ചേർന്ന വിധത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകം തരണം, ഒരു കൃപ തരണം. കരങ്ങൾ ഉയർത്തി അടുത്ത് നിൽക്കുന്ന ഒരു 8-10 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. നന്നായിട്ട് സ്തുതിച്ചേ. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഓരോരുത്തരുടെ മേലും അഗ്നി അയക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ, ജ്ഞാനം നിറയ്ക്കണമേ, പ്രാർത്ഥനയുടെ വരം നിറയ്ക്കണമേ, വിശ്വാസവരം നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ, കൃപ ചൊരിയണമേ, ബലഹീനതയിൽ ശക്തി അയക്കണമേ. ഒരുമിച്ച് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് പഠിക്കെ ആത്മാവെ അഗ്നി ഇറക്കണമേ. ഓരോരുത്തരുടെ മേലും വചനത്തിൽ തീക്കനലായി നന്നായി കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, കൃപയ്ക്കും മേൽ കൃപ ചൊരിയണമേ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ പോലെ പ്രാർത്ഥനയിൽ വളരാൻ സഹായിക്കണമേ. പാടി പ്രാർത്ഥിക്കുന്നു. ജനതകളിൽ നിറയാ നിന്നാത്മാവിനെ പകരണം. പാടിക്കേ. എലീശായിൽ പകർന്നതുപോ ദാനിയേലിൽ നിറഞ്ഞതുപോ ലോക ജനതകളിൽ നിറയാ നിന്നാത്മാവിനെ പകരണം. കൈകൾ ഉയർത്തി അടിച്ച് ആത്മാവേ അഗ്നി ഇറക്കണമേ. ഓരോരുത്തരുടെ മേലും അഗ്നി ഇറങ്ങട്ടെ. ആത്മാവേ ഉച്ചത്തിൽ വീണ്ടും ജ്വലിപ്പിക്കണമേ.
രണ്ട് കരങ്ങളും നിങ്ങളുടെ ശിരസിലേക്കൊന്ന് വെച്ച്, രണ്ട് കൈകളും ശിരസിലേക്ക് വെച്ച് യേശുവിനെ പോലെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനെ പോലെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ഒരു കൃപ നമ്മുടെ മേൽ ഇപ്പോൾ ദൈവം ചൊരിയും. കണ്ണടച്ച് രണ്ട് കരങ്ങൾ ശിരസിലേക്ക് വെച്ച് അടുത്ത് നിൽക്കുന്ന ഒരു 3 പേർ കേൾക്കാവുന്ന സ്ഥലത്തിൽ ഏതാനും സെക്കൻഡുകൾ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഇപ്പോൾ കരങ്ങൾ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ മേൽ അഭിഷേകം ഇറങ്ങട്ടെ. പ്രാർത്ഥനയുടെ വരം നിറയട്ടെ, വിശ്വാസത്തിന്റെ വരം നിറയട്ടെ. നിരന്തരമായി പ്രാർത്ഥിക്കാൻ ദൈവമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു, അഭിഷേകം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറിപ്പോട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം, മടുപ്പ്, മന്ദത എല്ലാം മാറി ആത്മാവിൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ഈ മക്കൾ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ബലഹീനതയിൽ ശക്തി അയക്കണമേ കർത്താവേ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങളെടുക്കാം, കരങ്ങൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ.